നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ്, ശരീരത്തിൽ അമിതമായിട്ട് വണ്ണം കൂടുതലായിട്ട് വരിക, ഇല്ലെങ്കിൽ ചിലരെ കാണുന്ന സമയത്ത് ശരീരത്തിൽ വണ്ണം ഉണ്ടാവില്ല, എന്നാൽ കൈകൾക്ക് വണ്ണം അമിതമായിട്ട് വരുന്നു. ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ വയറ് നമുക്ക് അഭംഗിയായിട്ടുള്ള രീതിയിൽ നിൽക്കുക. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വയറ് ചാടുന്ന പ്രശ്നം എന്നുള്ളത്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ പലതരത്തിലുള്ള ജിം ചെയ്യുന്നവരായിരിക്കും, നടക്കാൻ പോകുന്നവരായിരിക്കും, എക്സസൈസ് ചെയ്യുന്നവരായിരിക്കും, എന്നാൽ ഡയറ്റ്സ് ഒരുപാട് കൺട്രോൾ ചെയ്യുന്നവരായിരിക്കും. എന്നിട്ടും ഈ മാറ്റങ്ങൾ വരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇത് മെറ്റബോളിക് ഹാർമോണിയുടെ പ്രശ്നം കൊണ്ടാണ്. മെറ്റബോളിക് ഹാർമോണി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ പ്രവർത്തിക്കുന്ന ഒരു റീസ്റ്റാർട്ട് പോലെ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ സെൽസിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഊർജ്ജ ഉൽപാദനം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട്, ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ലിവറിൻ്റെ ആ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്ന സമയമാണത്. അതുപോലെ ഇൻസുലിൻ സ്പൈക്ക് കുറവായിട്ടിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക. ഇങ്ങനെ ശരിയായ രീതിയിൽ നടക്കുമ്പോൾ ഈ മെറ്റബോളിക് ഹാർമോണി കറക്റ്റായിട്ട് നടക്കുകയും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ ഫാറ്റിൻ്റെ അല്ലെങ്കിൽ ഫാറ്റ് ബേണിൻ്റെ മൂഡ് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ശരീരം സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഫാറ്റുകളൊക്കെ തന്നെ പല ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുകയും അതുപോലെ നമുക്ക് ഈ ഒരു കൊഴുപ്പൊക്കെ തന്നെ അലിയിച്ച് കളയുകയും ചെയ്യുന്നൊരു ടൈമാണിത്. എന്നാൽ പലപ്പോഴും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നീർക്കെട്ട് അമിതമായിട്ടുള്ള അവസ്ഥകളാണ്, ഷുഗർ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിലൊക്കെ തന്നെ ശരിയായ രീതിയിൽ ഫാറ്റ് ബേൺ ചെയ്യാതിരിക്കുകയും ഇതിന് പകരമായിട്ട് വീണ്ടും വീണ്ടും ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലായിട്ട് വരികയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ നീർക്കെട്ട് മുഴുവനായിട്ടും മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെയേറെ ഗുണകരമാണ്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ ഒരു 5 തരത്തിലുള്ള ചേരുവകളുണ്ട്. നിങ്ങളൊരു 7 ദിവസം ഈ പറയുന്ന രീതിയിൽ ഈ ഡ്രിങ്ക് കുടിക്കാം. നമ്മളെല്ലാവരും രാവിലെ വെറും വയറ്റിൽ കുടിക്കണം എന്നാണ് പറയുന്നത്, എന്നാൽ ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് രാത്രിയിൽ കുടിക്കേണ്ട ഡ്രിങ്കാണ്. ഇത് നമ്മുടെ ശരീരത്തിന് ഒരു റീസ്റ്റാർട്ട് പോലെ, അല്ലെങ്കിൽ ഉറക്കം ശരിയായി ലഭിക്കാൻ വേണ്ടിയിട്ട്, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഷുഗർ സ്പൈക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇവയൊക്കെ തന്നെ ഒരു കൺട്രോൾ ആക്കിയിട്ട് ബാലൻസ് ആക്കിയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ചേരുവകളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന വിധം എന്നുള്ളത് മനസ്സിലാക്കാം. അതിനോടൊപ്പം തന്നെ ഏത് സമയത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്, ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈമിങ്ങിന് അനുസൃതമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ വണ്ണം കൂടാനും അതുപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നത്. അപ്പോൾ ഈ ടൈമിംഗ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിന് വേണ്ടിയിട്ട് 5 ചേരുവകളാണ്. ഏറ്റവും ആദ്യം ഇതിലേക്ക് മല്ലിയാണ് എടുക്കേണ്ടത്. മല്ലിയിൽ ക്യൂരസെറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കരളിലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട് വരുന്നത് ഉലുവയാണ്. ഉലുവയിൽ ഗാലക്ടോമന്നൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോലുബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഈ സോലുബിൾ ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിശപ്പിൻ്റെ ആ ഒരു നമുക്ക് പലതവണയായിട്ട് വിശപ്പ് വരുന്ന ആ ഒരു പ്രവണത കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാവുകയും അതുപോലെ തന്നെ ഷുഗർ ഇൻടേക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. മധുരം നമുക്കിടയ്ക്ക് കഴിക്കണം എന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥയുടെ അളവുകൾ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണപ്രദമാകുന്ന ഒന്ന് തന്നെയാണ്. 3 പെരിഞ്ജീരകമാണ്. ഇത് ഉദരസംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഏറെ ഗുണകരമാണ്. 4മതായിട്ട് വരുന്നത് കറുവപ്പട്ടയാണ്. കറുവപ്പട്ട എന്ന് പറയുന്നത് കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ ഏറെ ഗുണകരമാണ്. പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടി, വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന ഒരു ഫാറ്റാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഇത് കുറയ്ക്കാൻ ഏറെ ഗുണകരമാകുന്ന ഒന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഷുഗർ ലെവലിനെ കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാണ്. 5മതായിട്ട് വരുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചിയിൽ ജിഞ്ചറോൾ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട് ആണിത്. നമ്മുടെ ശരീരത്തിലെ മുഴുവനായിട്ടുള്ള നീർക്കെട്ടുകളെ കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ്. ഇഞ്ചി കഴിക്കുന്നതിലൂടെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും ഏറെ ഗുണകരമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത്, ആദ്യം പറഞ്ഞ മല്ലിയും ഉലുവയും രാവിലെ, നമ്മൾ വൈകുന്നേരമാണല്ലോ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ രാവിലെ ഇത് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കണം. ഓരോന്നും 1 ടീസ്പൂൺ വീതമാണ് എടുക്കേണ്ടത്. എന്നിട്ട് രാത്രിയിൽ നമ്മൾ ഈ
ഒരു പാനീയം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ജീരകം ചേർക്കുക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയുടെ ഒരു സ്റ്റിക്ക് ചെറിയ കഷ്ണം മുറിച്ചിടുക, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 1 ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുന്നിടം വരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ നന്നായി തിളപ്പിച്ചിട്ട് അത് 1 ഗ്ലാസ് ആക്കിയിട്ട് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇത് അരിച്ചെടുത്തതിന് ശേഷം രാത്രിയിൽ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ടും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 1 മണിക്കൂർ ശേഷമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ടത്. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷവും കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ. ഈ ഒരു ടൈമിങ്ങും നിങ്ങൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു 7 ദിവസം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് മാത്രമല്ല അലിയുന്നത്, കൊളസ്ട്രോൾ ലെവൽ നോർമലാകും, ഷുഗർ ലെവൽ നോർമൽ ആവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻസ്, ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയാൻ വേണ്ടും, അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ രീതികളിൽ കഴിക്കാം. ഇനി പലർക്കും ഉള്ള സംശയമായിരിക്കും ഇത് എന്തുകൊണ്ട് രാവിലെ കഴിച്ചുകൂടാന്നുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു, രാത്രിയിലാണ് നമ്മുടെ ശരീരം റെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റീബിൽഡ് ചെയ്യുന്നത്, നമ്മുടെ സെൽസിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള റീബിൽഡ് നടക്കുന്നത്, അതുപോലെ കൊഴുപ്പ് അലിയിച്ച് കളയുന്ന മോഡ് നമുക്ക് ഓൺ ആവുന്നതും ഒക്കെ തന്നെ നമുക്ക് രാത്രി കിടക്കുന്ന സമയത്താണ്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതും ഏറെ ഗുണകരമാകുന്ന ഒന്നാണ്. നിങ്ങൾക്ക് രാവിലെയാണ് പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും കുടിക്കാം. അപ്പോൾ രാവിലെ വെറും വയറ്റിലൊക്കെ കുടിക്കുന്ന സമയത്ത് പലർക്കും ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിനാൽ രാവിലെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 11 മണി സമയത്ത് കുടിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണകരം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന സമയം വളരെയേറെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എപ്പോഴും നമ്മുടെ ഡിന്നർ ടൈം എന്ന് പറയുന്നത് ഒരു 7 മണിയാവുന്നത് ഏറ്റവും ഗുണകരമാണ്. കാരണം ഈ ഒരു 7 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 7 മണി അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ആണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെന്നുണ്ടെങ്കിലും ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനിടയിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നും പാടുള്ളതല്ല. എന്നാൽ വെള്ളം കുടിക്കുന്നത് ഏറെ ഗുണകരമാണ്. കാരണം വൈകുന്നേരം നമ്മൾ എപ്പോഴും എത്രത്തോളം നമ്മൾ നേരത്തെ നമ്മുടെ ഡിന്നർ ഫിനിഷ് ചെയ്യുന്നതോ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഷുഗർ ലെവൽ കുറയാൻ വേണ്ടിയിട്ട്, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, ഇതൊക്കെ ഒരു എക്സസൈസോ ഡയറ്റോ ഒന്നും കൂടാതെ തന്നെ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ, നിങ്ങൾക്ക് 100% റിസൾട്ട് ലഭിക്കുന്നതാണ്. കാരണം ഞാനിത് പേഴ്സണലി ചെയ്തിട്ട് എനിക്ക് ഒരുപാട് തവണ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്നതാണ്. 7 മണിക്ക് ഭക്ഷണം കഴിക്കുക, പിറ്റേ ദിവസം രാവിലെ ചിലപ്പം 9 മണിക്കായിരിക്കും 10 മണിക്കായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അപ്പം അത്രയും ടൈം ഡ്യൂറേഷൻ ലഭിക്കുന്ന സമയത്ത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് വണ്ണം കുറഞ്ഞു കിട്ടാൻ ഏറ്റവും ഗുണകരമാണ്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാതിരിക്കും. നമ്മുടെ ശരീരത്തിന് ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ ശരീര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഫാറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുകയും ഇങ്ങനെ നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ കുറവായിട്ട് വരിക, അത് ഫാറ്റൊക്കെ തന്നെ കൊഴുപ്പൊക്കെ തന്നെ അലിയിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണിത്. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഗ്യാസ്, അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ തുടക്കത്തിൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 9 മണിക്കാണ് ഇത്രയും നാൾ നിങ്ങൾ ഡിന്നർ കഴിച്ച് ശീലിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 9 എന്നുള്ളത് ഒരു 8 ആക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് രാവിലെ 9 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കൊക്കെ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് നിങ്ങൾ 8 മണിക്ക് കഴിക്കുന്നവരാണെങ്കിൽ 7 മണിക്ക് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 7 മണിക്ക് കഴിക്കുന്നത് ഏറ്റവും ഗുണകരമാണ്. 6 to 7 ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഡിന്നർ ടൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു 7:30 വരെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വയറ് റിലാക്സ് ആവും. നമ്മൾ കിടക്കാൻ പോകുന്ന 2 മണിക്കൂർ ഗ്യാപ്പ് വരും, അല്ലെങ്കിൽ 3 മണിക്കൂർ ഗ്യാപ്പ് വരും. രാത്രി കിടക്കുന്ന സമയത്തേക്ക് റിലാക്സ് ആയിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. വയർ സംബന്ധമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് ആ ഒരു സമയത്ത് നമ്മൾ കുടിക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടും, അല്ലെങ്കിൽ ശരീരം പൂർണ്ണമായിട്ടും ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. മറ്റ് മെറ്റബോളിക് ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഈ ഒരു ടൈമിങ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഡിന്നർ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസോ ഡയറ്റോ കൂടാതെ നിങ്ങൾക്ക് വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊന്ന് ചെയ്ത് നോക്കുക. മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മളെ കൊണ്ടാവുന്ന പോലെ ചെറിയ എക്സസൈസ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ഇതിനോടൊപ്പം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളൊരു വെറുതെ ഒരു പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കുകയാണ്, ഓക്കെ, അത് മതി. അപ്പോൾ അതിന് സ്റ്റെപ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ലല്ലോ. നമ്മുടെ ശരീരം എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് എനർജറ്റിക് ആവണം, അല്ലെങ്കിൽ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സ് വരണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വെറുതെ ഒരു പാട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് സൂംബ ഡാൻസസുകളുണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇപ്പോൾ ജിമ്മിൽ പോയി തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് നമുക്ക് പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല.
പോലെയല്ല. അപ്പം അങ്ങനെ അല്ലാത്തവർ വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും 100% നമുക്ക് മാറ്റം വരാൻ സഹായിക്കുന്നതാണ്. ഇതെന്തായാലും ചെയ്തു നോക്കുക. ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഡ്രിങ്ക് കുടിക്കുക. ഈ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഓവറായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കാതിരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു 3 ഇഡ്ഡലി 4 ഇഡ്ഡലി ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് ഒരെണ്ണമായിട്ട് അല്ലെങ്കിൽ അരയായിട്ടൊക്കെ തന്നെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൂടുതലും നമുക്ക് വൈറ്റ് റൈസിൻ്റെ ഉപയോഗം കുറച്ചിട്ട് ബ്രൗൺ റൈസിൻ്റെ ആഹാരങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് റാഗി പോലുള്ളവയോ അല്ലെങ്കിൽ അതിലൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ നമുക്ക് അതൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 7 ദിവസം നിങ്ങൾ മധുരം കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ല റിസൾട്ട് തന്നെ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓവറോൾ ഹെൽത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.